കറക്റ്റ് ആയിട്ട് പിടിച്ചു. ശ്വാസം കിട്ടുന്നില്ല സാറേ. സാറേ ശ്വാസം കിട്ടുന്നില്ല. ശ്വാസം കിട്ടുന്നില്ല. ആ ഓക്സിജൻ ഇതിന്റെ ഉള്ളിലോട്ട് കടന്നു വരുന്നില്ലെന്ന്. ആ കമ്പിയുടെ ഇടയ്ക്കൂടെ നിനക്ക് കൂർന്ന് വെളിയിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് ഗ്യാപ്പ് ഉണ്ടല്ലോ. അതിനൊക്കെ ഇവിടെ ഓക്സിജൻ കയറുന്നില്ലെന്നും ഉണ്ടായിരുന്നു അവിടെ. നമുക്ക് തുടങ്ങാം. ഓനെ എങ്ങനെയും എന്റെ ചാനൽ ഒന്ന് രക്ഷപ്പെട്ടാൽ മതി. ഹലോ കേസ്, ഇന്ന് ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കത്തില്ല. അപ്പം ഫോൺ കയറി വരും. ഹലോ. നമസ്കാരം സാറേ. നമസ്കാരം. ആരാണ് സാറേ? ഞാൻ എൻ്റെ ഒരു കുഞ്ഞിന്റെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. കുഞ്ഞിന്റെ കാര്യത്തിനോ? എന്താണ് കുഞ്ഞിന് ഞാൻ ചെയ്യേണ്ട സഹായം? സാറേ, ഈ കൊറോണ കാലമൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ സാർ ഒരിക്കല് റോഡിൽ നിന്ന് ഈ പോലീസ് ചെക്കിങ്ങിന് വേണ്ടി നിൽക്കുമ്പോൾ ഞാനും എൻ്റെ കുഞ്ഞും കൂടി ബൈക്കിന് വരികയായിരുന്നു. അപ്പൊ സാറ് ഞാൻ മദ്യപിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിട്ട് സാർ ആ മെഷീനിൽ ഊതിച്ചു നോക്കി. അത് തന്നെ. അപ്പൊ ആ മെഷീൻ ബീപ് 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 എന്ന് സൗണ്ട് ഇങ്ങനെ ഉണ്ടാക്കി. അപ്പൊ നീ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. സാറ് എനിക്ക് ചാർജ് ചെയ്യുകയും ചെയ്തു. അപ്പൊ സാറേ ഇപ്പൊ കൊറോണ കാലമൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ മദ്യപരിശോധന ഒന്നും ഇല്ലല്ലോ. അതിപ്പോ പറ്റില്ലല്ലോ. നമുക്കത് സാമൂഹ്യ അകലം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ചെയ്യാത്തത്. അപ്പൊ ആ മെഷീൻ ചുമ്മാ ഇരിക്കുകയാണല്ലോ. അതെ, അതിപ്പോ വെറുതെ ഇരിക്കുകയാണ്. അതെ, എന്റെ കുഞ്ഞിന് ആ മെഷീൻ ഭയങ്കര ഇഷ്ടമായി സാറേ. എനിക്ക് ആ മെഷീൻ ഒന്ന് തരുമോ? എന്റെ കുഞ്ഞിന് വേണ്ടി കളിക്കാനും വേണ്ടിട്ടാ. ഈ ബ്രീത്ത് അനലൈസർ നിന്റെ കുഞ്ഞ് കളിക്കാൻ ഞാൻ തരുമോന്ന്? അതെ. ഞാൻ അങ്ങോട്ട് കൊണ്ട് തരണോ അതോ നീ ഇങ്ങോട്ട് വരുമോ? ഞാൻ അങ്ങോട്ട് വരാം സാറേ. നീ പെട്ടെന്ന് കയറി ഇഞ്ഞു വാ. പെട്ടെന്ന് കയറി ഇഞ്ഞു വാ. വരുമ്പോഴ് ഒരു ഇൻഹീലറൂടെ മേടിച്ചോണ്ട് പോരെ. അതെന്തിനാ സാറേ? ഇവിടെ വരുമ്പോ നിനക്ക് ശരിക്കും ശ്വാസം മുട്ടും. അപ്പൊ വലിച്ചു കയറ്റാനാ കേട്ടോ. പോലീസുകാരോട് കളിക്കുന്നു. ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഇവരുടെയൊക്കെ കുഞ്ഞുകളിക്ക് ഇരിക്കണം. ഓക്കെ. ഹലോ ഗൈസ്, എന്റെ ഉണക്കത്തേങ്ങ എന്തൊരു കഷ്ടമാണ്. ഈ സാധനം തല്ലിപ്പൊട്ടിച്ച് കളയുന്നത്. എങ്ങനെയും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആളെ കൂട്ടാനാണ് ഞാൻ ഈ ശ്രമിക്കുന്നത്. ജോലി കളഞ്ഞിട്ടെങ്ങനെ നോക്കിയാലും നടക്കും. ഹലോ. സാറേ, ഞാൻ നേരത്തെ വിളിച്ച ആള് തന്നെയാണ്. നിനക്ക് എന്തോ അതിന്റെ സോക്കേടാ നീ? ഞങ്ങളിവിടെ നിന്റെ കുഞ്ഞുകളിക്ക് ഇരിക്കുവാണ് ഇവിടെ. സാറേ, അവിടെ തോക്കുണ്ട് സാറേ. ഞാൻ ഇതുവരെ തോറ്റിട്ടില്ല. തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. അതല്ല സാറേ. പിന്നെ വെടിവെക്കുന്ന തോക്കുണ്ടോ? വെടിവെക്കുന്ന തോക്കുണ്ടോന്നു? തോക്കുണ്ട്. എന്താ? ഒരു തോക്ക് എനിക്ക് തരാമോ സാറേ? ഒരു തോക്ക് നിനക്ക് തരാനോ? എന്തിനും? അല്ല സാറേ, പാടത്തൊക്കെ നിറയെ കൊക്കുകളാണ്. എനിക്ക് കണ്ടിട്ട് കൊതിയാവണം സാറേ. 5-6 കൊക്കിനെ വെടിവെച്ചിടാനാണ്. നീ ഇപ്പൊ എവിടെ നിൽക്കണം? ഞാൻ എന്റെ വീട്ടിലാണ് സാറേ. ഞാൻ അങ്ങോട്ട് വരട്ടെ സാറേ? വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. സാറേ, വരുമ്പോ തോക്ക് മാത്രമല്ല ഉണ്ടെടുക്കാൻ മറക്കരുത് സാറേ. അത് ഞാൻ അവിടെ വന്നെടുത്തോളാം. ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കത്തില്ലെന്ന് വെച്ചാൽ എന്ത് എടുത്താലോ? സാറിന്റെ ജോലി ഞാൻ എടുക്കാം. ഹലോ ഗൈസ്, ഇന്ന് നമ്മള് എന്റെ ഉണക്കത്തേങ്ങ ചാനലിലേക്ക് എല്ലാവർക്കും മാന്യമായ സ്വാഗതം. ഇന്ന് ഞാനൊരു പുതിയ വിഭവമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഗൈസ്, ബക്കറ്റ് ചിക്കൻ എന്ന ഒരു വിഭവം പരിചയപ്പെടുത്താനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എങ്ങനെ നമുക്ക് ഈ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാം? ഈ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം നമുക്ക് എന്താണ് അതിന് വേണ്ടത്? ബക്കറ്റ് വേണം. ബക്കറ്റ്. പിന്നെ കട്ടകളിട്ട് ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാൻ പറ്റൂടാ. ഇത് ഞാനിതൊന്ന് ചെയ്തോട്ടെ. ഓക്കെ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ ഈ ബക്കറ്റ് ചിക്കന് വേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അടുത്തുള്ള ഒരു ഷോപ്പിൽ പോയി നല്ല ഫ്രഷ് ഒരു ചിക്കൻ, വളരെ ചെലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മൾ ഈ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കുന്നത്. സാറേ, ഇതിനേക്കാൾ നല്ല രീതിയിൽ ചെലവ് കുറഞ്ഞ് നമുക്ക് ഉണ്ടാക്കാം. എങ്ങനെ? അപ്പുറത്തെ വീട്ടിൽ പോയി ഒരു കോഴിയെ മോഷ്ടിച്ചോണ്ട് വന്നാൽ മതി. മോഷ്ടിക്കണം? ഇനി ഇറക്കിക്കൊണ്ടുപോകണം അവനെ. നീ ഇവിടെ കിടന്ന വീഡിയോ ഷൂട്ട് നടക്കത്തില്ല. ഇങ്ങോട്ട് ഇറങ്ങി. ഐഡിയ പറയാനെന്നോ? ഇങ്ങോട്ട് ഇറങ്ങാം. ഒരു എസ് ഐ ആയ ഞാൻ അയൽവക്കത്തെ വീട്ടിൽ പോയി കോഴിയെ മോഷ്ടിക്കണം അല്ലടാ? അല്ല സാറേ, ഐഡിയ സാനിറ്റൈസർ. അല്ല സാറേ, ഞാനൊരു ഐഡിയ പറഞ്ഞേ ഉള്ളൂ. അത് അല്ല, വേറൊന്നും അല്ല. അത് സാറേ വേണ്ട. അതെ വേണ്ട സാറേ. അയ്യോ വേണ്ട സാറേ. അയ്യോ വേണ്ട സാറേ. ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഡയലോഗ് അല്ല സാറേ. സാറേ ഞാൻ പറഞ്ഞത് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണോ നീ? ഇല്ല. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുവോ? ഇല്ല സാറേ, ഇല്ല. നീ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ഇതുവരെ? എന്റെ ചാനൽ നീ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ നീ? ഇല്ല സാറേ. എന്താണ് ചെയ്യുന്നത്? അയ്യോ എന്റെ സാറേ, ഈ ഫോണിനകത്ത് എങ്ങനെയാ സാറേ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നത്? യൂട്യൂബ് ഇല്ല. യൂട്യൂബ്? അയ്യോ ഞാൻ ചെയ്യാമേ. അങ്ങനെ മര്യാദക്ക് ചെയ്യണം. ഞാൻ ചെയ്യാം കേട്ടോ. പോയി കിടക്കാം. പോട്ടെ സാറേ. പൊക്കോ.
പൊക്കോ. ഇപ്പൊ അവനൂടെ ചെയ്യുമ്പോ ഏകദേശം 12 പേരാണ്. സബ്സ്ക്രൈബർ എത്ര വീഡിയോ ഇട്ട് സാറ്? ഞാൻ 40-ൽ പരം വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഞാൻ ഒരു കാര്യം പറയാം. സാർ ഈ 10-40 വീഡിയോ ഇട്ടിട്ട് 11 സബ്സ്ക്രൈബർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറവാ. അതെന്താ? ഞാൻ തുടങ്ങിയാൽ തന്നെ 12,000 സബ്സ്ക്രൈബറെ കിട്ടും. എനിക്ക് 12,000 സബ്സ്ക്രൈബർ. ഞാൻ തുടങ്ങിയാൽ തന്നെ കിട്ടും. ഞാൻ പറയുന്നത് SI ആയിട്ട് സാർ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആരും കാണുന്നില്ല പറഞ്ഞാൽ അത്ര പ്രശ്നമുണ്ട് അതിനകത്ത്. ഞാൻ പറഞ്ഞിട്ട് ഒരു ഡയറക്ടറിനെ കൊണ്ടുവരിക. ഡയറക്ടറോ? ഒരു സംവിധായം വന്നാൽ ഈ പ്രശ്നമെല്ലാം മാറും. ഒരു ആക്ഷൻ കട്ടൊക്കെ പറഞ്ഞിട്ട് സാറിന്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റി അയാൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യും. ഇനിയിപ്പോ ഞാൻ എവിടെ പോയി ഡയറക്ടറെ തപ്പാനാണ്? ഇത് തന്നെ ചെയ്യുന്ന വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ. ഡയറക്ടർ ഇവിടെ ഉണ്ടല്ലോ. എവിടെ? സാർ ഇന്നലെ ഇവിടെ ഇട്ട് ഒരുത്തനെ ചവിട്ടിയില്ലേ? ചിത്തരഞ്ജന്. ചിത്തരഞ്ജൻ. അവൻ പോക്കറ്റടിക്കാരനല്ലോ. പോക്കറ്റടിക്കാരൻ അവൻ അത് ഇനി ഷൂട്ടിന്റെ ഭാഗമായിട്ട് ചെയ്തതാണോ എന്ന് എനിക്കറിയത്തില്ല. അവന് ഞാൻ കിടപ്പുണ്ട്. അവനെ വിളിച്ചു കഴിഞ്ഞാൽ അവൻ ഡയറക്റ്റ് ചെയ്ത് തരത്തില്ലേ? ഞാൻ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ. അയാൾ ഡയറക്ടറാണ്. അയാൾ ഡയറക്ടറാണ്. അത് ശരി. ആ പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. എന്താണ്? ഇവിടെ ഇന്നലെ ഞാൻ വിളിട്ട് ചവിട്ടിക്കൂട്ടിയല്ലേ അവനെ. കൂട്ടിയതാണ്. ഞാൻ ഇനി എങ്ങനെ ഡയറക്റ്റ് ചെയ്യാൻ ഞാൻ എങ്ങനെ അവനോട് പറയും? ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. താനൊന്ന് പറഞ്ഞു നോക്ക്. ഞാൻ പറഞ്ഞു നോക്കാം. എന്റെ തല്ലരുത് സാറേ. ഞാൻ എടുത്തിട്ടില്ല. ഞാൻ എത്ര തവണ ഞാൻ പറഞ്ഞു സാറേ. വന്നേ പറയട്ടെ. ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയും സാറേ. ഇടിക്കാനല്ലോ താൻ വന്നേ. ഷൂട്ടിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ് സാറേ. ഇങ്ങോട്ടോ. ഇനി എന്നെ തല്ലരുത് സാറേ. എനിക്ക് വയ്യ സാറേ. ഇറങ്ങാം സാറേ. നമുക്കൊരാവശ്യം ഉണ്ടായിരുന്നു. എന്താ സാറേ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് ഡയറക്റ്റ് ചെയ്ത് തരണം. ആരെ യൂട്യൂബ് ചാനലാ? അദ്ദേഹത്തിന്റെ. അദ്ദേഹം പറയണ്ട. അല്ലാണ്ട് ഞാൻ ഇങ്ങനെ അത് ശരിയാവില്ല. അദ്ദേഹത്തിന് ചെറിയ ചമ്മലുണ്ട്. ഇന്നലെ സാറിനെ ഇടിച്ചാണല്ലോ ഇവിടെ. നല്ല ഇടിച്ചാണ് നല്ല ഇടിച്ചു. അപ്പൊ അതിന്റെ ഒരു ചമ്മലുണ്ട്. സാറങ്ങ് ഇത് ചെയ്തു. അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളിയുടെ അല്ലേ. പുള്ളി അത് പറയട്ടെ എന്നോട്. അല്ല, ഒന്ന് സഹായിക്കണം. അല്ല, ഇന്നലെ നടന്നതൊക്കെ ഒരു ദുസ്വപ്നമായിട്ട് കരുതിയാൽ മതി. ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഓക്കെ, എന്തെങ്കിലും ആട്ടെ. അല്ല, പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിയ ഒരു സംവിധായകന് ഇരിക്കാൻ സീറ്റില്ലേ? സാർ അങ്ങോട്ട് നീക്കിട്ടു. ഇരിക്കണം സാർ, ഇരിക്കും. ഇത്രയും വലിയ ആളാണെന്നൊന്നും നേരത്തെ ഒന്ന് പറയണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞില്ലല്ലോ. ഒരു സിഗരറ്റ് കിട്ടുമോ? സിഗരറ്റോ? അല്ല, എനിക്ക് ഭാവന വരണമെങ്കിൽ എനിക്ക് സിഗരറ്റ് വേണം. അയ്യോ സാർ, ഇത് സ്റ്റേഷനാണ്, പോലീസ് സ്റ്റേഷനാണ്. ഇപ്പം ഞങ്ങളൊക്കെ അതൊക്കെ കുഴപ്പമില്ല, ധൃതിയില്ല. ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു 10 പാക്കറ്റ് സിഗരറ്റ് തന്നാൽ മതി. എന്താ തോരൻ വെച്ച് തിന്നാൻ പോവാണോ? അങ്ങനെയല്ല, എനിക്ക് പാക്കറ്റ് സിഗരറ്റ് ഭാവന വരുമ്പോ എനിക്ക് ഇങ്ങനെ സിഗരറ്റ് വലിച്ചു തള്ളണം. അതിന്റെ ഒരു ശൈലിയാണ്. എന്തായാലും ഞാൻ അറേഞ്ച് ചെയ്യാം. പക്ഷെ സ്റ്റേഷന് പുറത്ത് നിന്നേ വലിക്കാവൂ. വലിക്കാൻ പാടില്ല. അത് ശരിയല്ല. അതുകൊണ്ടാണ് പ്രസിഡന്റിന്റെ അവാർഡ് വാങ്ങിച്ചു എന്നൊക്കെ. പ്രസിഡന്റ് അവാർഡ് വാങ്ങിയതാണ്. ആണോ? 2000-ല്. 2000-ല് പ്രസിഡന്റ് ആരായിരുന്നു? മോഹനൻ പ്രസിഡന്റ്. മോഹൻ? എന്റെ ഓർമ്മയിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് മോഹൻ എന്ന് പറഞ്ഞൊരാളില്ല ഇതുവരെ. അങ്ങനെ ഇന്ത്യയുടെ അല്ല, ചിഞ്ചിലം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പ്രസിഡന്റ്. പുള്ളിയുടെ കയ്യിൽ നിന്ന് ഞാൻ 3 അവാർഡ് വാങ്ങി. ഒരു ഡവറ, ഒരു ടംബ്ലർ, ഒരു സോപ്പ് പെട്ടി. ഇത് ശരിയാവോ? ഇയാൾ എന്തായാലും ആയിക്കോട്ടെ സാറേ. അപ്പൊ എങ്ങനെയാലും എന്റെ ചാനലൊന്ന് റീച്ച് ഉണ്ടാകണം. എന്താ നിങ്ങളുടെ ചാനലിന്റെ പേര്? എന്റെ ചാനലിന്റെ പേര് ഉണക്കത്തേങ്ങ. ഉണക്കത്തേങ്ങ ഒരു സുഖമില്ല. അതെന്താ? നമുക്ക് വേറൊരു പേരിടാം. അവന്റെ മുടി പിഴുതെറിയടാ അവനെ. ചുമ്മാ മിണ്ടാടാ. നമുക്ക് പറഞ്ഞാട്ടെ സാർ. കണ്ണൻ ചിരട്ട എന്ന് പേരിടാം. കണ്ണൻ ചിരട്ട, അത് നല്ല പേരാണ്. ഒരു ലാളിത്യമൊക്കെ ഉണ്ട് കണ്ണൻ ചിരട്ട എന്നൂടെ. നല്ല പേരാണ്. പിന്നെ നിങ്ങൾ ഈ കപ്പട മീശയും വെച്ചുകൊണ്ട് എന്റെ ചാനൽ ബെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് ബെസ്റ്റ് ഡ്രൈവ് ചെയ്യും? ബെസ്റ്റ് ഡ്രൈവർ? മറ്റേ സാധനം പറഞ്ഞില്ലേ, സബ്സ്ക്രൈബ്. അതെ, അത് ചെയ്യണമെന്ന്. അങ്ങനെയല്ല, അതിനകത്തൊരു പെൺകുട്ടി, നിങ്ങളുടെ കൂടെ സുന്ദരിയായ ഒരു പെൺകുട്ടിയും കൂടി വന്നു നിന്നിട്ട് ഞാനൊരു സ്റ്റോറി ഞാൻ ക്രിയേറ്റ് ചെയ്യും. ആ സ്റ്റോറി കൂടെ നിങ്ങൾ രണ്ടുപേരും അഭിനയിച്ചതിന് ശേഷമാണ് നിങ്ങളിലേക്ക് സൂം വരും. അപ്പോഴാണ് നിങ്ങൾ പറയേണ്ടത് എൻ്റെ ചാനൽ ഇങ്ങനെ ചെയ്യണം, ചെയ്താൽ അപ്പം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ബെസ്റ്റ് ഡ്രൈവേഴ്സ് കൂടും, സബ്സ്ക്രൈബേഴ്സ്. അത് തന്നെ, അത് കൂടും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇപ്പം പെൺകുട്ടികളെയൊക്കെ പെൺകുട്ടി വേണം, എന്നാലേ നമുക്ക് ഞാൻ എന്തെങ്കിലും ഏറ്റെടുത്തു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞാല്. സാറേ, ഓക്കെ, ഞാൻ പോവാ. എല്ലാം എവിടെ പോന്നു? ഡ്യൂട്ടി കഴിഞ്ഞു. പിന്നെ വേറൊരു കാര്യം, നാളെ എനിക്ക് ലീവ് വേണം. എന്തിന്? ഒരു അത്യാവശ്യ കാര്യമുണ്ട്. ഞാൻ അങ്ങനെ ലീവ് എടുക്കണ ആളൊന്നും അല്ലല്ലോ. അങ്ങനെ എല്ലാരും ഇങ്ങനെ ഒന്ന് ലീവ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് വിടുന്ന എന്ത് കാണിക്കാനാണ്? അയ്യോ, അങ്ങനെ പറയല്ലേ. അയാൾക്ക് ലീവ് വേണം നാളെ. ഈ കുട്ടിയെ ഇന്ന് നൈറ്റ് എനിക്ക് വേണം. എന്തുവാണോ പറഞ്ഞത്? അല്ല, വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് ഇതാണ് നായിക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നായിക ഇത് ഇവിടുത്തെ കോൺസ്റ്റബിൾ ആണ്. കുഴപ്പമില്ല. എന്താ പേര്? സ്റ്റെല്ലാമ്മ. ചെല്ലമ്മ മതി നമുക്ക്. ചെല്ലമ്മയല്ല, സ്റ്റെല്ലാമ്മ. സ്റ്റെല്ലാമ്മനെ വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാം. മതിയോ?
അതെ എന്റെ ചാനല് ഒന്ന് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഈ സാറ് ഒരു പുതിയ കഥയൊക്കെ തരും, അത് നമ്മൾ അഭിനയിക്കണം. ഞാൻ അഭിനയിക്കണം? ആ സ്റ്റെല്ല ഇതിനകത്ത് നായികയായിട്ട് അദ്ദേഹം സെലക്ട് ചെയ്തിരിക്കും. നടിയായി. അതെ, അന്ന് എനിക്ക് പിന്നെ പോയാൽ മതി. ഫസ്റ്റ് നിങ്ങൾക്ക് ഷൂട്ടില്ല, ആദ്യം സാറിന്റെ കുറച്ച് സാധനങ്ങൾ എനിക്ക് എടുക്കണം, അതിന് ശേഷം നിങ്ങളെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ കാരവാനിൽ ഇരിക്കാം. എവിടെയാ കാരവാൻ? ക്യാരവാണ് അല്ല, അറേഞ്ച് ചെയ്യണം. ആർട്ടിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരവാൻ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ക്യാരവാനൊക്കെ പെട്ടെന്ന് എന്നോട് പറഞ്ഞ ഞാന് അതെനിക്കറിയണ്ട. ആ പുറത്തെ കട്ടപ്പുറത്തിരിക്കുന്ന ജീപ്പില്ലേ, അതൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് കൊടുക്കും. ഓക്കെ സാറേ. സ്റ്റെല്ല ഓടിയല്ലോ. ജീപ്പിലാ? പിന്നല്ലാതെ അതൊന്നും പറ്റൂല. എന്റെ സ്റ്റെല്ലാമ്മ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യത്. ഡോറൊന്നുമില്ല സാറേ, അതിന്റെ എല്ലാം തുറന്നു കിടക്കുമല്ലോ. ആ ഒരു ടാർപ്പായിട്ട് മറച്ചു കൊടുത്താലും മതി. പിന്നെ ജ്യൂസ് അങ്ങോട്ട് എത്തിക്കോ? ജ്യൂസോ? ഒരു കാര്യം ചെയ്യാ, കസേര ഇട്ടുണ്ട് അങ്ങോട്ട് മാറിയിരിക്കേ, ഒന്ന് സഹകരിക്കേ. റെഡിയാണോ? എന്റെ ചാനലിന് വേണ്ടിയാണ്. അപ്പൊ ഞാൻ ആ കഥയൊന്ന് പറയാം. ഒന്ന് കഥ ഒന്ന് പറഞ്ഞു സാറേ, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? നമ്മളുടെ ഈ ഒരു വർക്കില് 3 പേരാണ് ആർട്ടിസ്റ്റുകളായിട്ടുള്ളത്. എന്തിനു ഞാൻ മതി? ഞാൻ പോരാ, ഞാനാണ് ഇതിന്റെ കാശ് കൊടുക്കുക. ഒറ്റയ്ക്ക് ഈ കപ്പട മേശയും വെച്ച് നിന്നാൽ നിങ്ങളുടെ ചാനലിന് ആളുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 3 പേരാണ് നമുക്ക് വേണ്ടത്. ഒരു അടിമ, ഒരു രാജാവ്, ഒരു രാജകുമാരി. അപ്പൊ എനിക്ക് ഇതിനകത്ത് വേഷമുണ്ട്. ഓക്കെ, നിങ്ങളാണ് അടിമ. ഞാൻ അടിമയോ? അപ്പൊ രാജാവാരാണ്? ഇദ്ദേഹം. താങ്ക് യു സാർ. ഇത് രാജകുമാരി. അത് ശരിയാവത്തില്ല. ഞാനല്ലേ ഇവിടുത്തെ എസ് ഐ. ആ ഈ എസ് ഐ അല്ലേ രാജാവിന്റെ വേഷം ചെയ്യേണ്ടത്? ശരി, നിങ്ങൾ രാജാവ്. രാജാവിനാണ് പവർ. നിങ്ങൾ അടിമ. എന്റെ സ്റ്റാറ്റസിന് ഞാൻ അടിമ. മിസ്റ്റർ, എന്റെ സ്റ്റാറ്റസിന് ഞാൻ ഒരു എസ് ഐ ആണ്. അതെ. ഈ എസ് ഐ ഒരു അടിമ വേഷം ചെയ്യാന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. ഓക്കെ. ഡമാസ്കസിലെ രാജാവാണ് സിറോസസ്. സിറോസിസ് ഒരു രോഗമല്ലേ, അത് കരളിന് വരുന്നതാണ്. അതല്ലടോ, രാജാവിന്റെ പേരാണ്. രാജാവിന്റെ പേര് സിറോസിസ് എന്നാണോ? അതെ, ഞാൻ ഗ്രീക്ക് പശ്ചാത്തലത്തിൽ നിന്നും ഞാൻ ചീന്തിയെടുത്ത ഒരു ഏടാണ്. അപ്പൊ നിനക്ക് മോഷണവും സ്ഥിരം പരിപാടിയാണ് അല്ലേ? അങ്ങനെയല്ല, ഞാൻ ഇത്തിരി സാഹിത്യപരമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ രാജാവ് ഫസ്റ്റ് സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ് ഇവിടുന്ന് യുദ്ധത്തിനായിട്ട് പുറപ്പെടുകയാണ് കുതിരപ്പുറത്ത്. രാജാവ് കുതിരപ്പുറത്ത് പോവാണ്. ആ ഓക്കെ. ഈ രാജ്യത്തിന്റെ ക്ഷേമത്തിനായി ഞാൻ യുദ്ധത്തിന് പുറപ്പെടുകയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടുന്ന് യുദ്ധത്തിന് പുറപ്പെടുകയാണ്. ഓക്കെ, നമുക്ക് ആ സീൻ എടുക്കാം. കുതിര ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഞാൻ ആക്ഷൻ പറയാം. ആക്ഷൻ. ഈ രാജ്യത്തിന്റെ ക്ഷേമം ഉറപ്പിക്കുന്നതിനായി ഞാനിതാ യുദ്ധത്തിന് പോകുന്നു. ഓക്കെ ആണോ? ആ പൊയ്ക്കോ. പോണോ? ഓ സോറി. അത് പറഞ്ഞിട്ട് പോണം, നിക്കരുത് നമ്മള്. ഡയറക്ടർ സോറി. ഓക്കെ, ഈ രാജ്യത്തിന്റെ ക്ഷേമം ഉറപ്പിക്കുന്നതിനായി നാം ഇതാ യുദ്ധത്തിന് പോകുന്നു. ഈ സമയം അടിമയും രാജകുമാരിയും തമ്മിൽ പ്രണയ പരവശരാകുന്നു. രാജാവ് ഇവിടെ ഇല്ല. ഈ സമയത്ത് ആ നേരത്ത് നിങ്ങൾ പ്രണയബദ്ധരാവുകയാണ്. പിടിക്കോ? നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ യുദ്ധത്തിന് പോയിക്കല്ലേ? ഇന്ന് യുദ്ധമില്ല. എന്താണ്? ഇന്ന് 1-ാം തീയതിയാണ്. ആദ്യമായിട്ട് ബീവറാജല്ലേ അവധി? വിവരം തുറന്നാലേ യുദ്ധം ചെയ്യാനൊരു മൂടുണ്ടാവും. ഇല്ല, ഇന്ന് യുദ്ധമാണ്. നിങ്ങൾ യുദ്ധത്തിന് പോ. യുദ്ധത്തിന് പോകാൻ പറ്റത്തില്ല. എന്താണത്? ഇത്രയും പ്രാധാന്യമുള്ള സീൻ എനിക്കാണല്ലേ വരേണ്ടത്? അതല്ലടോ തന്നോട് ഞാൻ പറഞ്ഞത്. താൻ അടിമയാണെന്ന്. ഞാൻ അടിമയാണ്. ഇനി ശരിയാവില്ല. അതെന്താ ശരിയാകത്ത? എന്റെ അടിമക്ക് ഒരു സങ്കല്പമൊക്കെ ഉണ്ട്. അടിമക്ക് ഇത്രയും വയറൊന്നും പാടില്ല. ഒരു 10 മാസം സമയം തരാം. എന്താണ് പ്രസവിക്കാനാണ്? അല്ല, വയറ് കുറച്ചിട്ട് വരാം. ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനാണ് എന്റെ ചാനലാണ് ഉണക്കത്തേങ്ങ കണ്ണൻ ചിരട്ട. അപ്പൊ ഞാനല്ലേ മെയിൻ വേഷം ചെയ്യേണ്ടത്. ഞാൻ സ്റ്റെല്ലെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് അവര് പ്രേമസീന അങ്ങനെ നിങ്ങൾ രാജാവാ, ഞാൻ രാജാവ്. ഞാൻ ചേഞ്ച് ചെയ്യാം, കുഴപ്പമില്ല. നിങ്ങൾ അടിമ, നിങ്ങൾ രാജകുമാരി. അതാ നല്ലത്. ആ പ്രണയ സീക്വൻസ് ഇങ്ങനെയായിട്ട് ചെയ്യൂ, അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. ചാനൽ കേറണ്ടേ? ബെസ്റ്റ് സർവീസ് കൂടണ്ടേ? വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, രാജാവും ഞാൻ ചെയ്യാം. അവിടെ യുദ്ധത്തിൽ ഒരു കരാർ ഉണ്ടാക്കിയിട്ട് തിരിച്ചു പോരാ. അത് വേണ്ട, നിങ്ങൾ അടിമയായാ മതി. മതി. ഓക്കെ, റെഡി. ഇപ്പൊ എങ്ങനെയാണ് വരേണ്ടത്? സ്ലോ മോഷനിൽ വന്നാൽ മതി. ഇഴുകി ചേർന്നു. എന്നിട്ട് ഇഴുകി ചേർന്ന് നിങ്ങൾ തൊട്ടും പിടിച്ചൊക്കെ അഭിനയിച്ചേക്കണം കേട്ടാ. പ്രണയ സീനാണ്, എല്ലാം മറന്നങ്ങ് ചെയ്തേക്കുക. നിങ്ങൾ 2 പോലീസുകാരല്ല, അടിമയും രാജകുമാരിയാണ്. അത് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ആറ്റത്തേക്ക് നിൽക്കൂ, ഈ അറ്റത്തേക്ക് നിൽക്കൂ. സോങ് എവിടെ? സോങ് വീഴട്ടെ, പോരട്ടെ. സ്ലോ മോഷൻ ആണ് രണ്ടുപേരും. സ്ലോ മോഷൻ വേണ്ട, സ്പീഡിൽ ചെല്ലാം. സ്ലോ മോഷൻ ഡയറക്ടർ പറഞ്ഞത് സാറേ. ഡയറക്ടർ പറയുന്നത് സാർ ഇവിടുത്തെ സാറാണെങ്കിലും ഇതിന്റെ സാറാണ്. സാറ് പറഞ്ഞ എന്തിനാണ് സമയം കളയുന്നത്? സ്ലോ മോഷൻ ചെയ്ത് സ്ലോ മോഷനിൽ വരൂ. ആക്ഷൻ സോങ്.
മതി! എന്ത് ധിക്കാരമാണ് ഈ കാണിക്കുന്നത്? രാജകുമാരിയെ സ്നേഹിച്ച അടിമയ്ക്ക് 1001 ചാട്ടവാറടി. ഇയാളെന്താണ് ഇപ്പൊ കയറി വന്നത്? ഞങ്ങൾ ഇഴുകിച്ചേർന്ന് അഭിനയിച്ചില്ല. ഇല്ലില്ല ഞാൻ തൊട്ടില്ല. തൊടണ്ട. എന്താ തൊടണ്ട? ഞാൻ ആ സീനിൽ ചെറിയൊരു ചേഞ്ച് വരുത്തി. തന്നോട് ആര് പറഞ്ഞോ ചേഞ്ച് വരുത്താൻ? സ്ക്രിപ്റ്റിൽ ചേഞ്ച് വരുത്താൻ എനിക്ക് ഡയറക്ടർക്ക് ഇതുണ്ട്, അധികാരമുണ്ട്. ഞാനത് ചേഞ്ച് വരുത്തി. എന്ത് കഷ്ടമാണ് താൻ ഇങ്ങനെ ചേഞ്ച് വരുത്തിയാൽ എന്റെ ചാനൽ കുളമാക്കാനാണോ താൻ വന്നത്? അല്ല, ചാനൽ ഭംഗിയാക്കാൻ വേണ്ടിട്ട് ഞാൻ വന്നത്. ഇദ്ദേഹം നിങ്ങളെ അടിക്കുന്നു, ആ സങ്കടത്താൽ നിങ്ങൾ പറയുന്നു എന്റെ ചാനൽ നിങ്ങൾ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, അങ്ങനെ പറയാണ്. അപ്പോഴാണ് ജനങ്ങൾക്ക് ആ ഫീലിങ്സ് വന്നിട്ട് അവരെല്ലാവരും ഇത് ചെയ്യുള്ളൂ. മനസ്സിലാവുണ്ടോ? അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സാർ കരഞ്ഞോണ്ട് പറയണം, എന്നാലേ ചാനൽ സബ്സ്ക്രൈബ് ആ ചെയ്യും. ഒരു ഫീലിങ്സ് വരണം നിങ്ങളുടെ മുഖത്ത്. ഓക്കെ, അവസാനത്തെ ഡയലോഗ് ഞാൻ പറഞ്ഞാൽ മതി. ആ ഡയലോഗ് പറഞ്ഞിട്ട് ചാട്ടൊക്കെ അടിച്ചോളൂ, അടിച്ചോളൂ. നിർത്തൂ! എന്ത് ധിക്കാരമാണ് ഈ കാണിച്ചത്? രാജകുമാരിയെ സ്നേഹിച്ച അടിമയ്ക്ക് 1001 ചാട്ടവാർ അടി. നിങ്ങളുടെ മുഖത്ത് ഒരു വികാരവും വരുന്നില്ല, വെറുതെ നിൽക്കുന്നത് എന്താണ് നിങ്ങള്? കരഞ്ഞോണ്ട് പറ, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ. കരഞ്ഞോണ്ട് പറയണം. അതിന് അടി കിട്ടുന്ന ഒരു ഫീൽ എനിക്ക് വരണ്ടേ? അതുകൊണ്ട് നിങ്ങൾ ചുമ്മാ കാണിച്ചിട്ട് കാര്യമല്ലോ, നമ്മളിത് ഷൂട്ട് ചെയ്യുന്നതല്ലേ. സാർ ഒന്ന് കാണിക്കാവോ? ചെയ്യാവോ? ഞാൻ കാണിച്ചു തരാം. ആ, സാർ ഒന്ന് ഇത് കാണിക്കാൻ. നമുക്ക് ഇതൊന്നും ഞാൻ കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം. സംഭവം ആ ഒരു ഫീലിങ്സ് വന്നിട്ട് വേണം പറയാനായിട്ട്. എന്തായിരുന്നു ആ ഡയലോഗ്? എന്ത് ധിക്കാരമാണ് ഇത്? എന്ത് ധിക്കാരമാണ് ഈ കാണിക്കുന്നത്? രാജകുമാരി സ്നേഹിച്ച അടിമക്ക് 1001 1001 ചാട്ടവാറടി. ഡയലോഗ് പറഞ്ഞോ? അവിടെ നോക്കി പറയും, അവിടെ നോക്കി പറ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ കണ്ണൻ ചിരട്ട ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പറഞ്ഞോ? ബെല്ലൈക്കൺ അമർത്തണ്ട, ഒന്ന് തൊട്ടാ മതി.